gods and their son. They called him Jesus. He came to love, heal and forgive. He lived and died to bear my pardon. An empty grave is there to prove my Savior lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds the future, and life is worth the living just because He lives. How sweet to hold a newborn baby and feel the pride and joy He gives. But greater still, the calm assurance this child can face uncertain days because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds the future, and life is worth the living just because He lives. And then one day I'll cross the river, I'll fight life's final war with pain, and then as death gives way to victory, I'll see the lights of glory, and I'll know He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds the future, and life is worth the living just because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds the future, and life is worth the living just because He lives. And life is worth the living just because He lives. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വെൽക്കം all of you in the precious name of Jesus Christ. In this beautiful day which God has given for us. കർത്താവ് നൽകി ഈ മനോഹരമായ പ്രഭാതത്തിനായി, ദിവസത്തിനായി ഒക്കെ നന്ദി പറയാം. He's so good. അവൻ നല്ലവനാണ്. And you know, the way He leads us every day in our life, there's a lot of things that we can remember and praise Him. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓരോ ദിവസവും ചെയ്യുന്നതും വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവം ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ നടത്തുന്നതൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ we will praise Him. Hallelujah. ഞാൻ ഇന്ന് ചിന്തയ്ക്കായിട്ട് മോസ്റ്റ് ഓഫ് ടൈം നമ്മൾ വലിയ കാര്യമാക്കാത്ത ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. I think that we do that I want to highlight it and to tell that how much we can be out of many troubles in our life. ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്ന മിക്ക വിഷയങ്ങളിൽ നിന്നും
അതിനെല്ലാം കാരണങ്ങൾ കാണും. അതിൽ ഒരു കാരണത്തിൽ നിന്ന് അതിനൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് പുറത്തു വരാൻ പറ്റാത്ത ഒരു ട്രബിൾസുമില്ല. എല്ലാ വിഷയത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. നമുക്ക് ഉള്ള സമാധാനം പോലെ മറ്റാർക്കുമില്ല. യേശു ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ സമാധാനം വലിയതാണ്. ഒരിക്കലും ഒരു ആകുല ചിന്ത നമ്മളെ ഭരിക്കത്തില്ല. നമുക്കറിയാം കർത്താവ് നമ്മളെ നടത്തുന്നുള്ളൊരു ഉറപ്പും ധൈര്യവുമാണ് നമ്മളെ എല്ലാ ദിവസവും മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ ചില സമയത്ത് നമ്മുടെ ചില കാര്യങ്ങൾ വളരെ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ആ ഒരു വിഷയം ഇന്ന് ജസ്റ്റ് ഈ 20 മിനിറ്റിനുള്ളിൽ തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതൊന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കുവാൻ. ദൈവം എന്നെ മനസ്സിലാക്കിയ ഒരു വാക്കാണ്. ആ ഒരു സങ്കീർത്തനമാണ്. അതൊന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ഞാനിന്ന് ഈ പ്രഭാത സമയം ഞാൻ ആഗ്രഹിക്കുന്നു. 19-ാം സങ്കീർത്തനമാണ് Psalms 19. ഈ 19-ാം സങ്കീർത്തനം ഒരു ദൈവത്തെക്കുറിച്ചൊരു നല്ലൊരു വെളിപ്പാടാണ്. ദ പെർഫെക്റ്റ് റെവലേഷൻ ഓഫ് ദ ലോർഡ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദൈവത്തെക്കുറിച്ച്, ദൈവം ആരെന്നുള്ളത് കുറച്ചുകൂടി നന്നായിട്ട് വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ 7 മുതൽ 11 വരെ വളരെ മനോഹരമായിട്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, അത് ഏറ്റവും അനുഗ്രഹമാണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും 8-ാം വാക്യം, ദ സ്റ്റാറ്റ്യൂസ് ഓഫ് ദ ലോർഡ്സ് ആർ റൈറ്റ്, റിജോയ്സിംഗ് ദ ഹാർട്ട്. ദ കമാൻഡ്മെൻറ്റ് ഓഫ് ദ ലോർഡ് ഇസ് പ്യുവർ, എൻലൈറ്റിംഗ് ദ ഐസ്. The fear of the Lord is clean, enduring forever. The judgment of the Lord are true and righteous altogether. കർത്താവിനെ അനുസരിക്കുന്ന, കർത്താവ് പറഞ്ഞ ഓരോ കാര്യം അനുസരിക്കുന്നത് എത്ര അനുഗ്രഹമാണ്, ജയമാണ്, വിടുതലാണ്, ബലമാണ് എന്നുള്ളതൊക്കെ അവിടെ വ്യക്തമാക്കിയാണ്. അതെല്ലാം ഈ സങ്കീർത്തനം എഴുതുന്ന ദാവീദാണ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദാവീദ് തന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് 12-ാം വാക്യം. ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസ് എറർ? അവനവൻ്റെ തെറ്റുകളെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? അവർക്ക് തന്നെ ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ മിക്കപ്പോഴും നമ്മളത് അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ആളെ, എൻ്റെ തെറ്റ് എന്തെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഇവിടെ ദാവീദ് പറ, ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസ് എറർ? എന്നിട്ട് പറയാം, ക്ലെൻസ് മീ ഫ്രം സീക്രട്ട് ഫോൾട്ട്സ്. രഹസ്യ പാപത്തിൽ നിന്ന് കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ. കാരണം ദാവീദ് എന്ന വ്യക്തി അന്ന് രാജാവാണ്. എന്നിട്ട് അതേ നെക്സ്റ്റ് വാക്കിലാണ് അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കീപ് ബാക്ക് യുവർ സെർവൻറ്റ് ഓൾസോ ഫ്രം പ്രസംപ്ച്വസ് സിൻ, ലെറ്റ് ദം നോട്ട് ഹാവ് ഡൊമിനിയൻ ഓവർ മീ. മലയാളത്തിൽ അത് പറയുന്നത് പ്രസംപ്ഷ്യസ് സിന്നിനെ കുറിച്ച് വ്യക്തമാണ്. സ്വമേധ പാപങ്ങളെ എന്നിൽ നിന്നും അകറ്റണമേ, അത് എന്നിൽ വാഴരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നല്ല തുടക്കമായിരിക്കും, പക്ഷേ നിരാശകൾ കയറി വരുന്നു. എന്താണ് ഈ പ്രസംപ്ച്വസ് സിൻ? അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അഹങ്കാരം എന്ന് തന്നെ പറയാം. ദാവീദ് ഒരു രാജാവാണ്, അധികാരത്തിലിരിക്കുന്നൊരു വ്യക്തിയാണ്. തന്നോട് ചോദിക്കാൻ ആരുമില്ല. തനിക്ക് ഏത് കാര്യങ്ങളും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, ആരും ചോദിക്കാനില്ല. താൻ തെറ്റ് ചെയ്താലും ആരും ചോദിക്കാനില്ല. തൻ്റെ അധികാരം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്നത് ആരും ചോദ്യം ചെയ്യത്തില്ല. ബിക്കോസ് ഹി ഈസ് എ കിങ്. അദ്ദേഹത്തിൻ്റെ മുകളിൽ വേറെ ആരുമില്ല. അപ്പം അദ്ദേഹം ഇവിടെ പറയുന്നത്, കീപ് ബാക്ക് യുവർ സെർവൻറ്റ് ഫ്രം ദ പ്രസംപ്ച്വസ് സിൻ. സ്വമേധ പാപങ്ങളിൽ നിന്ന് കർത്താവെ എന്നെ അകറ്റണമേ, എന്നെ മാറ്റണമേ എന്ന് പറയുന്നത് അധികാരത്തിന് അഹങ്കാരത്തിൽ നിന്ന് ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. അധികാരം എന്ന് പറയുമ്പോൾ രാജാവിന് മാത്രമുള്ളൂ. നമുക്കെല്ലാവർക്കും അധികാരങ്ങളുണ്ട്. വീട്ടിൽ ഒരു ഭർത്താവിന് അധികാരമുണ്ട്. അപ്പനെന്ന് പറയുന്ന പൊസിഷന് ഒരു അധികാരമുണ്ട്.
മക്കളുടെ മേൽ, ഭാര്യയ്ക്ക് അധികാരമുണ്ട്, അമ്മായിയമ്മമാർക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം അധികാരം ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, അത് തെറ്റായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ആ പാപം, കാരണം നമ്മൾ ആ അധികാരത്തിലിരിക്കുന്നത് തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ മനോഹരമായ സ്ഥാനങ്ങളത്. നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫാമിലിയുടെ വിഷയം കണ്ടപ്പോൾ ഇങ്ങനെയാ, ഒരു കുട്ടി വിവാഹം ചെയ്ത് ആ ഭവനത്തിലേക്ക് വരുന്നു. ആ പെൺകുട്ടിയോട് അമ്മായിയമ്മ തൻ്റെ അധികാരം വളരെ മോശമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആ മാതാവിന് ദൈവം കൊടുത്ത ഒരു അധികാരമാണ്. പക്ഷെ ആ അധികാരം നമ്മൾ അഹങ്കാരത്തോടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാപമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ അധികാരം വളരെ അഹങ്കാരത്തോടെ യൂസ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഭവനത്തിലാണെങ്കിലും, പലപ്പോഴും ചില അപ്പന്മാർ പറയും, മിണ്ടിപ്പോര്, ഞാനാ ഇവിടുത്തെ ആള് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ചിലപ്പം ഇറക്കാറുണ്ട്. ഞാനാണ് ഇവിടുത്തെ അധിപതി, ഞാനാണ് ഇവിടുത്തെ എല്ലാം, ഞാൻ പറയുന്ന പോലെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കേട്ടോണം എന്നൊക്കെ ഒരു ആക്രോശങ്ങൾ കേൾക്കാം. ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് കുറ്റബോധം കൊണ്ടാണ് താൻ വ്യക്തമാക്കുന്നത്, ഈ സ്വമേധ പാപങ്ങളിൽ നിന്നും എന്നെ അകറ്റണമേ, എന്നെ കീപ് ബാക്ക് യുവർ സെർവൻറ്റ് ഓൾസോ ഫ്രം പ്രിസംപ്ഷ്യസ് സിൻ. അതിന് മുമ്പ് പറഞ്ഞ ക്ലെൻസ് മീ ഫ്രം സീക്രട്ട് ഫോൾസ്. സീക്രട്ട് ഫോൾസ് എന്ന് പറയുമ്പം ഒരു അധികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് തനിക്ക് വളരെ രഹസ്യമായി പല കാര്യം ചെയ്ത് ആരും ചോദിക്കത്തില്ല, ചോദിക്കാൻ പേടിയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ താൻ രഹസ്യമായി ചെയ്താലും അത് പാപമാണ്. അപ്പം അധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന അധികാരത്തിൽ നിന്നുകൊണ്ടല്ല, അഹങ്കാരത്തോടെ ചെയ്യുന്ന തെറ്റുകൾ. ഹല്ലേലൂയ. കാരണം തൻ്റെ അധികാരമാണ്, തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പരിധിയിലുള്ള, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ എന്നൊക്കെ അഹങ്കാരത്തോടെ ആക്രോശിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിലപ്പം ആക്രോശിക്കാറുണ്ട്. ചിലപ്പം വളരെ ശബ്ദമുയർത്തി നമ്മളത് പറയാറുണ്ട്, ഇത് എൻ്റെ അധികാരത്തിൽപ്പെട്ട, നിങ്ങളാ ചോദിക്കാൻ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇറ്റ്സ് എ പ്രിസംപ്ച്വസ് സിൻ. അത് അധികാരത്തിൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ആണെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, ഇത്ര നാളും അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തോ ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്തുനിന്ന് എനിക്കൊരു മോചനം വേണമെന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ദൈവത്തിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ദൈവത്തിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള പദ്ധതിയിൽ നടന്നു പോകണമെങ്കിൽ ഈ വഴി ക്ലിയർ ആകാണ്ട് പലപ്പോഴും നടക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ വഴി നമ്മൾ തന്നെ ക്ലിയർ ചെയ്യേണ്ടത്. അതെ, അതുകൊണ്ടാണ് പറയുന്നത്, ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് എറർ എന്ന് 12-ാം വാക്യത്തിൽ ചോദിക്കുന്നത്. തൻ്റെ തെറ്റുകളെ ആർക്ക് തിരിച്ചറിയാൻ പറ്റും? ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് എറർ. നമ്മുടെ തെറ്റുകളെ നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറുന്നതാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ലൈഫിൽ. കാരണം വി ആർ ഗിവിങ് ലോട്ട്സ് ടു വർക്ക് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ വഴികളെ നമ്മൾ ഒരുക്കുകയാണ്. കാരണം ഇഫ് ദ സിൻ ഇസ് ഗോഡ് കാൻ നോട്ട് വർക്ക് ഇൻ യുവർ ലൈഫ്. പാപമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അൺലെസ് വി ക്ലിയർ ഇറ്റ്, ഹി വിൽ ഡു ഇറ്റ് ഫോർ അസ്. കാരണം അവിടെ തൻ്റെ തെറ്റുകളെ ആർക്ക് തിരിച്ചറിയാമെന്ന് വയ്ക്കുന്നത്? ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് എറർ. അപ്പോൾ ഹീ ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് മൈ ഫോൾട്ട്. ഞാനാണ് എൻ്റെ തെറ്റുകളെ മനസ്സിലാക്കേണ്ടത്. തെറ്റുകളെ മനസ്സിലാക്കാൻ, ഞാൻ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തി എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലാണ് ദേവദാസന്മാരിലൂടെ ചിലപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം ചിലപ്പോൾ നമ്മളോട് ഇടപെടുമ്പോൾ വി ആർ റെഡി ടു സറണ്ടർ.
നമ്മൾ ആ ഒരു വചനം നമ്മൾ ഉപദേശിക്കുന്നുവെങ്കിൽ നമ്മൾ ആ പാപത്തിൽ നിന്ന് നമ്മൾ സറണ്ടർ ചെയ്യണം, നമ്മൾ അടിയറവ് പറയണം. സ്തോത്രം. എന്നിട്ട് പറയാ, ലെറ്റ് ദം നോട്ട് ഹാവ് ഡൊമിനിയൻ, ദിസ് presumptuous sin should not have a dominion over me. എന്നിൽ അത് വാഴരുത്. കാരണം അത് എൻ്റെ അധികാരമാണ്. രാജാവ് എന്നുള്ളത് എൻ്റെ അധികാരമാണ്, എൻ്റെ മേലിൽ ആരുമില്ല. പക്ഷെ ഞാൻ ആ പദവി അഹങ്കാരത്തോട് ഉപയോഗിപ്പാൻ ഇടയാകാതിരിപ്പാൻ, അതെന്നിൽ വാഴാതിരിപ്പാൻ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. You should not rule over me. Let them not have dominion over me. Then I shall be blameless in your eyes, Lord. ഞാൻ കുറ്റവിമുക്തനായി, ബ്ലെയിംലെസ്സായി അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കണമെങ്കിൽ എൻ്റെ ഈ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം. സോ ഹെൽപ്പ് മീ ഔട്ട് എന്നുള്ളതാണ് ദാവീദ് പറയുന്നത്. അങ്ങനെ ഒരു അധികാരമായിട്ടുള്ള ഒരു അഹങ്കാരമുണ്ടെങ്കിൽ, ഈ അഹങ്കാരം എന്നുള്ളത് വളരെ ഡേഞ്ചറസ് കാര്യങ്ങളാണ്. അങ്ങനെ ഒരു അഹങ്കാരം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ നമുക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്, ആ അധികാരത്തിൽ നിന്നുകൊണ്ട് അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തികളുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ വിമുക്തരാകണം, അതിൽ നിന്നും നമ്മൾ മാറണം. വി ഷുഡ് ബി ഹംബിൾ. ബിക്കോസ് ഇത് പറയാൻ കാരണം, യേശു അധികാരമുള്ളവനാണ്. യേശു എല്ലാ അധികാരമുള്ളവനാണ്. സർവചരാചകളുടെ മേൽ അധികാരമുള്ളവനാണ്. മരണത്തെ പോലും അധികാരമുള്ളവനാണ് യേശു. പക്ഷെ ആ യേശു പോലും വളരെ താഴ്മയും വിനയത്തോടു കൂടിയ ശിഷ്യന്മാരുടെ കാല് കഴുകിയത്. അല്ലെ, ഞാനിവിടെ ശിഷ്യന്മാരുടെ കാല് കഴുകാമെന്നും വന്നതല്ലെന്ന് യേശു പറയുന്നില്ല. ഞാൻ ആരാന്നറിയാമെന്നൊന്നും പറയുന്നില്ല. ഞാൻ ദൈവപുത്രനാണെന്നൊന്നും പറയുന്നില്ല. ഈസ് നോട്ട് ഷോയിങ് എനി ആ അധികാരത്തിൻ്റെ ഒരു അഹങ്കാരവും യേശു എങ്ങും കാണിച്ചിട്ടില്ല. കാരണം എൻ്റെ അധികാരത്തേക്കല്ല, ഞാൻ വളരെ ഷ്രൂഡായിരിക്കണം, വളരെ ഖരശാലി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടായിരിക്കാം. പക്ഷേ ആ പൊസിഷനിൽ നിന്ന് നമ്മൾ അഹങ്കരിച്ച് എന്തെങ്കിലും ചെയ്താൽ ദാറ്റ് ഈസ് ഇൻ. അപ്പോൾ ദാവീദ് അത് ചെയ്തിട്ടുണ്ട്. തൻ്റെ പൊസിഷനിൽ താൻ ചെയ്തു പോയതുകൊണ്ട് ഇരിക്കുന്നത്, ക്ലെൻസ് മീ ഫ്രം ദ സീക്രട്ട് ഫോൾ. രഹസ്യ പാപങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടിവിക്കണം. ഹല്ലേലൂയ. സ്വമേധ പാപങ്ങളിൽ നിന്നും എന്നെ വിടിവിക്കണം. അതെന്നിൽ വാഴരുത്. കാരണം ഈ അധികാരം ഇരിക്കും തോറും അത് എന്നെ വാഴുവാനുള്ള ചാൻസ് കൂടുതലാണ്, അതെന്നെ ഉപയോഗിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് യേശു വളരെ എല്ലായിടത്തും സൗമ്യനായിരുന്നു. അധികാരമുള്ള യേശു എല്ലായിടത്തും സൗമ്യനായിരുന്നു. താൻ താഴ്മയും വിനയമുള്ളവനായിരുന്നു. വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. വളരെ മനോഹരമായ സ്റ്റേറ്റ്മെൻ്റ് അത്. തൻ്റെ അഹങ്കാരം, തൻ്റെ അധികാരത്തിൻ്റെ അഹങ്കാരം യേശു എങ്ങും കാണിച്ചിട്ടില്ല. യേശു വളരെ താഴ്മയുള്ളവനായിരുന്നു. ആ ഒരു അധികാരത്തിൽ നിന്നുകൊണ്ട് യേശു ശിഷ്യന്മാരെ കാലുകൾ കഴുകി, കുരുടരെ സൗഖ്യമാക്കി, ശമരിയെ പോയി അധികാരമുള്ളവൻ ശമരിയയിൽ പോയി ശമരിയ സ്ത്രീയോട് അവരെയും ആ പട്ടണത്തെയും രക്ഷയിലേക്ക്. താൻ താഴ്മയുള്ളതുകൊണ്ടാണ്. യഹൂദൻ അവിടെ ഒരിക്കലും പോകത്തില്ല. അധികാരമുള്ളവനാണെങ്കിലും താഴ്മയുള്ളവനായിരുന്നു. ഹല്ലേലൂയ. സോ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. വെൻ ദ ഡേ സ്റ്റാർട്ട്സ്, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ പല അധികാരത്തിന് മേലുള്ള ആൾക്കാരാണ്. നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അധികാരം കാണും, വീട്ടിൽ അധികാരം കാണും, ചർച്ചിൽ അധികാരം കാണും, സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിൽ ചിലപ്പം അധികാരം കാണും. സോ ഡു യു യൂസ്ഡ് നമ്മൾ ആ ഒരു അധികാരം അഹങ്കാരത്തോട് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇഫ് ദാറ്റ് ഈസ് വി ഹാവ് ടു ക്ലിയർ ഇറ്റ്. ഇന്ന് രാവിലെ ഞാൻ പ്രചോദനം നൽകുന്ന ഒരു മെസ്സേജാ ഇത് എന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. കാരണം ഇഫ് വി ക്യാൻ ബി ഔട്ട് ഓഫ് ദ ഫോൾട്ട്സ്, വി വിൽ ബി ബ്ലെസ്ഡ് വെരി ഫാസ്റ്റ്. വേഗം നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. പലതും താമസിച്ചതുപോലെ ചിലപ്പം ഈ ഒരു ഫോൾട്ടായിരിക്കാം. അപ്പോൾ ആ ഫോൾട്ട് നമ്മളൊന്ന് മാറ്റുവാണെങ്കിൽ, ക്ലിയർ ചെയ്യുവാണെങ്കിൽ, ഐ തിങ്ക് സം ബ്ലെസ്സിങ്സ്, ചില അനുഗ്രഹം ദൈവം വെച്ചത്
പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഓടി വരാനുണ്ട്. ആമീൻ. തടഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളം തടയണ മാറ്റി കഴിയുമ്പോൾ വെള്ളം വേഗത്തിൽ ഒഴുകി എത്തേണ്ടടുത്ത് എത്തുന്നത് പോലെ അതിന്ന് എത്തണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ചിലപ്പം ഈ അധികാര പരിധി, ഞാൻ വ്യക്തമായി പറയാം, അമ്മായിയന്മാരും ഒക്കെ ഉള്ള വീടുകളാണ് മിക്കതും. ചിലപ്പോൾ അവരുടെ ആ അധികാര പരിധി അഹങ്കാരത്തോടെ പറഞ്ഞതും വിഷമിപ്പിച്ചതും ഒക്കെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, ഒരു നല്ലൊരു ഔദ്യോഗിക മണ്ഡലത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് തൻ്റെ ആ അധികാരത്തിൻ്റെ അഹങ്കാരം എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ ദോഷമാണ്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയിലേക്ക് പല നന്മകൾക്കും അത് തടസ്സമാകാതിരിക്കാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ, അത് ഈവൻ ഒരു വേലക്കാരിയോടാകാം. ഹല്ലേലൂയ. നമ്മൾ ആ ഒരു അഹങ്കാരം നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവസന്നിധിയിൽ ഏറ്റു പറയേണ്ടതാണ്. നമ്മൾ പലപ്പോഴും അത് വലിയ ഓർക്കാറില്ല. എൻ്റെ അധികാരത്തിൽ കിടക്കുന്നില്ലേ, ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു ഡു എന്ന് ഒരു ചിന്താഗതിയാണെങ്കിൽ അതല്ല. അങ്ങനെയാണെങ്കിൽ യേശുവിന് ഓൾ ദ റൈറ്റ് ടു ഡു എല്ലാ കാര്യങ്ങളും പലരെയും ശിക്ഷിക്കായിരുന്നു, ശിക്ഷിച്ചില്ല. തൻ്റെ അധികാര അഹങ്കാരം ആ വേശ്യാസ്ത്രീയുടെ മുന്നിൽ കാണിച്ചില്ല, പക്ഷെ താഴ്മ കാണിച്ചു, അവരെ രക്ഷിച്ചു. പ്രൈസ് ഗോഡ്. അതായിരിക്കണം നമ്മുടെ മനോഭാവം, അതായിരിക്കണം നമ്മുടെ മൈൻഡ്. ഹല്ലേലൂയ. ഇഫ് ഗോഡ് ഹസ് ഗിവൻ യു എനി അതോറിറ്റി, നെവർ ഷോ ആ പ്രസംപ്ച്വസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അഹങ്കാര മനസ്സ് നമ്മൾ ഒരിക്കലും കാണിക്കരുത്. അധികാരത്തിൻ്റെ അഹങ്കാരം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകരുത്. then I shall be blameless. Who can understand his error? Keep back your servant also from presumptuous sin. Let them not have dominion over me. അധികാരമുള്ളപ്പം ഇത് വാഴും നമ്മുടെ മേലിൽ. ആരും ചോദിക്കാനില്ല. Because you are the boss. Nobody to ask you. You are the boss. ആരും ചോദിക്കത്തില്ല, പേടിയാ. ദാവീദിനോട് ആരും ചോദിക്കത്തില്ല എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു, ആരും ചോദിക്കത്തില്ല. ബത്ശേബയുടെ വിഷയത്തിലൊന്നും ആരും ചോദിക്കാനൊന്നും പോയില്ല. Because he is the king. He have the right to do. Let him do. ആര് ചോദിക്കും? ബട്ട് വാട്ട് ഹീ ഡൺ ഈസ് അധികാരത്തിന് അഹങ്കാരം. Praise God. Hallelujah. Then I shall be blameless and I shall be innocent of great transgression. എന്നിട്ട് ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. Let the words of, നമ്മുടെ രാവിലെ ഇരുന്ന് പറയേണ്ടതാണ്, let the words of my mouth and the meditation of my heart be acceptable in your sight, and Lord, my strength and my redeemer. Hallelujah. Let the word of my mouth, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനങ്ങളും നിനക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ. ഡെയിലി ആവശ്യമുള്ള സാധനം എൻ്റെ വായിലെ വാക്ക്, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിരൂപിക്കുന്ന കാര്യങ്ങൾ, കർത്താവേ നിനക്ക് പ്രസാദമില്ലാത്തതൊന്നും വരരുത്. Hallelujah. So let's submit to the Lord. ഈ ഒരു അധികാരത്തിൻ്റെ അഹങ്കാരം അതൊരു പാപമാണ്. അത് presumptuous sin. അങ്ങനെ ദൈവം തന്ന അധികാരം ദുരുപയോഗമായി അതിൽ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അഹങ്കാര രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പല മനുഷ്യരോടും നമ്മൾ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ടുപോലും അവരെ തകർത്തിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ ആരും തിരിച്ചു പറയും, കാരണം നിങ്ങളൊരു അധികാരത്തിലിരിക്കുന്നത്, അതുകൊണ്ട് ആരും തിരിച്ചു പറയത്തില്ല. പക്ഷെ എത്ര മനസ്സുകൾ ചിലപ്പോൾ വേദനിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെ, നിങ്ങളുടെ ഓഫീസിനകത്ത് തന്നെ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ വാക്കുകൾ കൊണ്ട്, അധികാരത്തിൻ്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് ആ അധികാരത്തിൻ്റെ അഹങ്കാരം കാണിച്ച് വാക്കുകൾ കൊണ്ടും ഒക്കെ മുറിപ്പെടുത്തിയത് എത്ര പേർ വിഷമിക്കുന്നുണ്ട്. സോ ആസ് യു സ്റ്റാർട്ട് ടുഡേ, നിങ്ങൾ ഇന്ന് ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായി നിങ്ങളത് കുറിച്ച് വെക്കണം. കർത്താവേ, നീ എനിക്ക് തന്ന ജോലി അധികാരമുള്ളൊരു ജോലിയാണ്. നീ എനിക്ക് തന്ന കുടുംബം, ഞാൻ അതിൽ ഒരു അധികാരം എനിക്ക് നീ തന്നിട്ടുണ്ട്. ഏത് മേഖലയിലും ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്നാൽ ആ അധികാരം അഹങ്കാരം, ആ അധികാരത്തിൻ്റെ അഹങ്കാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് വരരുത്. Let the words of my mouth and let the meditation of my heart be acceptable to you, Lord. On every second when you look to me, Lord, every word that I speak and every thought I think,
let it be pleasing to you, Lord. Hallelujah. Let's close our eyes. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. ഇന്ന് രാവിലെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ് തന്ന അധികാരം ദുരുപയോഗം ചെയ്യാതെ, കർത്താവ് തന്ന അധികാരത്തിൻ്റെ അഹങ്കാരം മറ്റു മനുഷ്യനിൽ ഞങ്ങൾ കാണിക്കാതെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വാഴാതെ, താഴ്മയോട് യേശു താഴ്മയുള്ളവനായി, എല്ലാ അധികാരമുള്ള യേശു സർവ്വഭൂമിയുടെ മേലും സർവ്വ മനുഷ്യരുടെ മേലും അധികാരമുള്ള യേശു ഏറ്റവും താഴ്മയായി കർത്താവേ ജീവിച്ചതുപോലെ തൻ്റെ അധികാരം അഹങ്കാരത്തോടെ ഉപയോഗിക്കാതെ താഴ്മയോടെ എല്ലാ കാര്യവും ചെയ്തല്ലോ കർത്താവെ. ആ ഒരു ഹൃദയം കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. സ്വമേധ പാപങ്ങളിൽ നിന്നും അടിനെ രക്ഷിക്കണമേ. ആമീൻ കർത്താവേ. ഹല്ലേലൂയ. അതെന്നിൽ വാഴരുത് കർത്താവേ. അതെന്നെ റൂൾ ചെയ്യരുത് കർത്താവേ. എന്നെ അത് ഭരിക്കരുത് കർത്താവേ. അതെന്നിൽ വസിക്കരുത് കർത്താവേ എന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവേ, നിൻ്റെ മക്കൾ പറയുന്ന ഓരോ വാക്കുകളും ഹൃദയത്തിലെ ഓരോ ധ്യാനങ്ങളും ഞങ്ങൾ ഓരോരുത്തരുടെയും കർത്താവ് അങ്ങയ്ക്ക് പ്രസാദമാകണം. കർത്താവ് ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാണ്. ആവശ്യമുള്ള എല്ലാ നന്മകളെയും സ്വർഗത്തിലെ ദൈവം എൻ്റെ മക്കൾ ഓരോരുത്തരുമേൽ കൊടുക്കുന്നതിനായി സ്തോത്രം. ഇതിനാവശ്യമുള്ളതെല്ലാം കർത്താവ് ചോദിക്കാതെ തന്നെ എല്ലാം ഒരുക്കി കൊടുക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദിവ്യ സമാധാനവും കർത്താവിൻ്റെ ദിവ്യ സ്നേഹവും നിൻ്റെ മക്കളുടെ മേൽ അധികമായി വാഴട്ടെ. വ്യക്തിപരമായും കുടുംബപരമായും അവരായിരിക്കുന്ന ജോലി സ്ഥലത്തും എല്ലാം കർത്താവിൻ്റെ സമാധാനം എൻ്റെ മക്കളുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. കർത്താവ് എൻ്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. മഹത്വം എല്ലാം യേശുവിന് നൽകുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.